ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റേക്ക് മൂവീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തുടരും എന്ന് പറയുന്ന മൂവിയുടെ ചെറിയൊരു സ്റ്റോറിയും അതുപോലെ റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തുടരും എന്ന് പറയുന്ന മൂവി ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയി, അതിൽ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഇപ്പോൾ ഏതൊരു സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാലും ഈ മൂവിയെ പറ്റിയിട്ടേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ചെറിയൊരു സ്റ്റോറി പറയാമെന്ന്. പ്രത്യേകിച്ച് ഒരു സ്പോയിലറും ഞാൻ ഈ ചിത്രത്തിൻ്റെ ഒരു സ്പോയിലറും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് തന്നെ കാണാം. അപ്പോൾ കണ്ടവരെന്തായാലും വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇതൊക്കെ തന്നെയാണോ ചിത്രത്തിലുള്ളതെന്നൊന്ന് മൈൻഡ് ആക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ കാണാത്തവർ ഇപ്പോൾ കണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടിലാണ് ഈ വീഡിയോസ് ഇനിയും ഞാൻ വീഡിയോസ് ഇടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ എന്താണ് വീഡിയോ എന്ന് നോക്കിയാലോ. അപ്പോൾ തുടരെന്ന് പറയുന്ന മൂവി 2025 റിലീസായ ഒരു മലയാളം ആക്ഷൻ ത്രില്ലർ ഫിലിമാണ്. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് തരുൺ മൂർത്തിയാണ്. ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് രഞ്ജിത്ത് സാറാണ്. ഇതിൽ അഭിനയിച്ചേക്കുന്നത് ലാലേട്ടനും ശോഭനാജിയുമാണ്. അതോടൊപ്പം തന്നെ പ്രകാശ് വർമ്മ, ഫർഹാൻ ഫാസിൽ, മണിയമ്പിള്ള രാജു, ബിനു പപ്പു, ഇർഷാദ് അലി, കൃഷ്ണപ്രഭ, തോമസ് മാത്യു, അങ്ങനെ ഒരുപാട് സപ്പോർട്ടിംഗ് റോൾസും ഉണ്ട്. തുടരും ഇപ്പോൾ 25-ാം തീയതിയാണ്, ഏപ്രിൽ 25-നാണ് റിലീസായത്. ഭയങ്കര ബ്ലോക്ക് ബസ്റ്ററായിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു കാര്യവും ഞാൻ എക്സ്ട്രാ ആയിട്ട് ചിത്രത്തിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടം അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ചിത്രത്തിൻ്റെ ഉള്ളടക്കം നമുക്ക് നോക്കിയാലോ. ഷൺമുഖം, ബെൻസ് എന്ന പേരും ഈ ഷൺമുഖത്തിനുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ലാലേട്ടൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ. ഷൺമുഖം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ, നമ്മുടെ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന സ്ഥലത്ത് പെരുന്നാട് എന്ന ചെറിയൊരു ഹിൽ ടൗണിൽ ഒരു ടാക്സി ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ലളിത എന്നാണ്. കൂടെ 2 കുട്ടികളും ഉണ്ട്. അവർ വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചു പോവുകയാണ്. ഈ ഷൺമുഖത്തിന് ഒരു ബ്ലാക്ക് വിൻറ്റേജ് അംബാസഡർ കാറുണ്ട്. ആ കാർ അദ്ദേഹത്തിൻ്റെ ജീവനാണ്. ആ ജീവൻ എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ഉയിരാണ് ആ ഒരു കാർ. അതുപോലെ തന്നെ ഈ ചിത്രത്തിലൊരു ഭയങ്കരമായിട്ട് വെറൈറ്റി ആയിട്ടൊരു റിലേഷൻഷിപ്പ്, അതായത് അച്ഛനും മകനുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. സാധാരണ നമ്മൾ കാണുന്നതിലും വിപരീതമായിട്ട് ഇപ്പം നാം ഏതൊരു ഫാമിലി എടുത്ത് നോക്കിയാലും കൂടുതലും അച്ഛനും മക്കളും, അതായത് ആൺമകനും തമ്മിൽ വളരെ അത്രയും ബന്ധം കാണത്തില്ല. പക്ഷെ ഈ മൂവിയിൽ ലാലേട്ടനും അതുപോലെ തന്നെ ഈ ചിത്രത്തിലെ തോമസ് മാത്യു, അതായത് മകൻ പവിയുടെ റോൾ അഭിനയിക്കുന്ന ആളും തമ്മിൽ നല്ല ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയിട്ടുണ്ട്. അവർ നല്ലൊരു റിലേഷൻഷിപ്പൊക്കെ അതുപോലെ നമുക്ക് റിയാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം പവിയുടെ കൂട്ടുകാരുമായിട്ട് വീട്ടിലേക്ക് വരുന്നു. അതായത് നമ്മുടെ ഷൺമുഖം ഇവർ താമസിക്കുന്ന വീട്ടിലേക്ക് പവിയും പവിയുടെ ഫ്രണ്ട്സും ഒക്കെ വരുന്നു. പവിയുടെ ഫ്രണ്ട്സിൽ ഒരാളാണ് കിരൺ. കിരണിന് ഭയങ്കര കാർസിനോടൊക്കെ, അതായത് കാറുകളോടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ആള് ഷൺമുഖത്തിൻ്റെ അംബാസഡർ കാർ എടുത്ത് പോകുന്നു. അതായത് പ്രത്യേകിച്ച് പെർമിഷൻ ഒന്നും വാങ്ങാതെ തന്നെ ആ കാറും എടുത്ത് നമ്മുടെ കിരൺ പോവുകയാണ്. ഷൺമുഖം ഒരു ലോക്കലായിട്ടുള്ളൊരു ബാറിൽ, അതായത് കള്ള് ഷാപ്പ്, അവിടെ നിന്ന് ഒരു ഡ്രിങ്ക് കുടിച്ചുകൊണ്ട് നിൽക്കും. ആ സമയത്ത് ഈ കാറ് അവിടെ കൂടെ പോകുന്നത് ഷൺമുഖം കാണുന്നു. അങ്ങനെ ഷൺമുഖം പെട്ടെന്ന് തന്നെ തൻ്റെ ബൈക്കും എടുത്തിട്ട് അതിന്റെ പുറകെ വെച്ച് പിടിക്കുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ തന്നെ കാറ് ഒരു മതിലിടിച്ച് അവിടെ നിൽക്കുവാണ്. കുറച്ച് ഡാമേജ് ഒക്കെ കാറിൽ വന്നിട്ടുണ്ട്. ഷൺമുഖത്തിന് ഭയങ്കര ദേഷ്യം വരുന്നു. ദേഷ്യം വന്ന് പവീനെ തല്ലുന്നു. അതോടെ പവിയും, അതായത് മകനും അച്ഛനും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് അവിടെ ബ്രേക്ക് ആവുകയാണ്. പിന്നീട് പവി കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനായിട്ട് പോകുന്നു. പിന്നീട് ഒരിക്കലും അച്ഛനെ ഫേസ് ചെയ്യാൻ പവിക്ക് കഴിയാത്തത് കൊണ്ടാണ് അവൻ ഹോസ്റ്റലിലേക്ക് മാറിയത്. പിറ്റേ ദിവസം ഷൺമുഖത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാള്, അല്ലെങ്കിൽ ഷൺമുഖത്തിന് കീഴിൽ ജോലി ചെയ്യുന്ന ഒരാള് മരിക്കപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്, മദ്രാസിലോട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ഷൺമുഖം അറിയുന്നു അദ്ദേഹത്തിന്റെ കാറ് പോലീസ് ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് ആ കാറില് നർക്കോട്ടിക്സ്, അതായത് ഡ്രഗ്സ് വെച്ചിരുന്നു. അങ്ങനെ ആ കാർ പോലീസ് പിടിച്ചു എന്ന് ഷൺമുഖം അറിയുന്നു. ഈ കാറില് മണിയൻ എന്ന് പറയുന്ന ഒരു മെക്കാനിക്, അതായത് കുട്ടിച്ചന്റെ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന, അതായത് നമ്മുടെ
ഷൺമുഖം വർക്ക് ചെയ്യുന്ന ആ ഒരു വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് മണിയൻ. അയാൾ ഈ ഒരു കാറിലാണ് ഡ്രഗ്സൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നത്. അത് നമ്മുടെ ഷൺമുഖത്തിന് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് പിടിക്കപ്പെട്ടത്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരുപാട് ഭയങ്കരമായി കഷ്ടപ്പെട്ട് ഷൺമുഖം എങ്ങനെയൊക്കെയോ ആ സർക്കിൾ ഇൻസ്പെക്ടർ ജോർജ് മാത്തനുമായിട്ടൊക്കെ സംസാരിച്ച് എങ്ങനെയൊക്കെയോ തിരിച്ച് കാറ് കിട്ടുന്നു. പക്ഷെ ഒരു നിബന്ധന വെക്കുന്നുണ്ട്. അതായത് ജോർജിന് സബ് ഇൻസ്പെക്ടർ ബെന്നിക്കും അതുപോലെ കോൺസ്റ്റബിൾ സുധീഷിന്റെ പെങ്ങളുടെ വെഡിങ്ങിന് പങ്കെടുക്കും. അപ്പൊ അതിനായിട്ട് ഷൺമുഖം തന്നെ ഈ കാർ ഓട്ടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണത്തിന് ശേഷം, ആ വെഡിങ്ങിന് ശേഷം ഷൺമുഖത്തിനോട് സുധീഷിന്റെ ഫാം ഹൗസിലോട്ട് ഈ വണ്ടി ഓട്ടിച്ച് കൊണ്ടുപോകാൻ പറയുന്നു. എന്തൊക്കെയോ സംശയങ്ങൾ നമ്മുടെ ഷൺമുഖത്തിന് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവരിങ്ങനെ എങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഷൺമുഖത്തിന് ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും വേണ്ടില്ല, പോകാന്ന് കരുതി ഷൺമുഖം പോകുന്നുണ്ട്. പക്ഷെ ഒരു സർട്ടൻ പോയിന്റിലെത്തുമ്പോൾ ഷൺമുഖം ഇതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്നു. ആ ഒരു മൊമെന്റിലാണ് മനസ്സിലാവുന്നത് ജോർജ് ആരെയോ കൊന്നിട്ടുണ്ട്. ഈ കല്യാണം കഴിഞ്ഞ സുധീഷിന്റെ സിസ്റ്ററിന്റെ ഒരു കാമുകൻ, എക്സ് ലവറിനെയാണ് കൊന്നതെന്നും ആ ഒരു എക്സ് ലവർ സുധീഷിന്റെ സിസ്റ്ററിനെ ഭയങ്കരമായി ബുദ്ധിമുട്ടിച്ചിരുന്നുവെന്നും എന്തൊക്കെയോ വീഡിയോസ് കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നൊക്കെ ഈ ജോർജ് പറയും. ഇത് കേട്ട് പേടിച്ച ഷൺമുഖം കാറിൽ തന്നെ സ്റ്റേ ചെയ്തതിനു ശേഷം ഈ ഓഫീസേഴ്സ് 3 പേരും കൂടെ ബോഡി മറവ് ചെയ്തു. അങ്ങനെ തിരിച്ച് ഷൺമുഖം വീട്ടിലെത്തിയപ്പോൾ എന്തോ ഒരു പ്രത്യേക സ്വഭാവത്തിനൊക്കെ ഭയങ്കര മാറ്റം. ഈ സ്വഭാവത്തിന്റെ മാറ്റമൊക്കെ ലളിത, അതായത് ഭാര്യ ശോഭനയാണ് ക്യാരക്ടർ അഭിനയിച്ചിരിക്കുന്നത്. ലളിത ഇതൊക്കെ നോക്കുന്നുണ്ട്. എന്തോ ഷൺമുഖത്തിന് ഡിസ്റ്റർബൻസ് ഉള്ളിലുണ്ടെന്ന് ലളിതയ്ക്ക് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ ഷൺമുഖത്തിന്റെ ഷർട്ടിൽ നിന്നൊരു ബ്ലഡ് സ്റ്റെയിൻ കിട്ടി. അപ്പോൾ അതെന്താണ്, ബ്ലഡ് കണ്ടല്ലോ, അതെന്താണെന്നൊക്കെ ലളിതയ്ക്ക് സംശയം വരുന്നുണ്ട്. അങ്ങനെ ഷൺമുഖം പെട്ടെന്ന് തന്നെ ഒരു രക്തം പുരണ്ട ഷർട്ടൊക്കെ കഴുകി കളയുന്നു. അതുപോലെ തന്നെ ബെന്നിയും ജോർജും ഒക്കെ വിളിച്ചാൽ പിന്നെ ഫോൺ എടുക്കാതായി. അങ്ങനെ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. അങ്ങനെ ഒരു വെള്ളപ്പൊക്കമല്ലല്ലോ, മണ്ണിടിച്ചിൽ സമയം വരുന്നു. ആ സമയത്ത് ഇവര് മറവ് ചെയ്ത ആ ഒരു ബോഡി പുറത്തേക്ക് വരുന്നു. അതിനുശേഷം ആ ഒരു ബോഡി കാരണം ഷൺമുഖന്റെ ഫാമിലിയും ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ്, ഒരുപാട് ഘട്ടങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകളാണ് ഈ ചിത്രത്തിൽ പറയുന്നത്. അങ്ങോട്ടെല്ലാം സസ്പെൻസ് ആണ് കേട്ടോ. അത്രയും കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോറി പിന്നെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഫുള്ള് പറയുന്നില്ല. അപ്പം ഇത്രയാണ് ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. പിന്നീടാണ് ട്വിസ്റ്റുകളും ടേൺസും ഒക്കെ വരുന്നത്. നല്ലൊരു മൂഡി ആയിട്ടുള്ള മൂവിയാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു ദൃശ്യം വൈബ് അല്ലെങ്കിൽ ത്രില്ലർ വൈബ്. എനിക്ക് ആ ദൃശ്യം മൂവീൻ്റെ ഒരു വൈബാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. ഫാമിലി മൂവി ആയതുകൊണ്ടാവാം, ലാലേട്ടൻ ചെയ്യുന്ന ഫാമിലി മൂവീസൊക്കെ ഏകദേശം ഒരേ മൂവീസ് ആയിരിക്കും. അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് എമ്പുരാനെക്കാട്ടിലും ഒരു പടിയല്ല കുറേ പടി മുമ്പിൽ തുടരും നിൽക്കുന്ന, പ്രത്യേകിച്ച് ഹൈപ്പൊന്നും ഇല്ലാതെയാണ് ഈ മൂവി വന്നത്. അതുകൊണ്ട് തന്നെ ആരും ഒന്നും പ്രതീക്ഷിക്കാതെ പോയി കണ്ടതുകൊണ്ടാവണം ചിലപ്പോൾ ബെറ്ററായിട്ട് തോന്നിയത്. എമ്പുരാൻ ഒരുപാട് എക്സ്പെക്റ്റേഷൻസിൽ കണ്ടതാണല്ലോ. അപ്പോൾ അതും ഇതും തമ്മിൽ എക്സ്പെക്റ്റേഷൻ കുറയുമ്പോൾ നമുക്ക് ഇഷ്ടം കൂടും. എക്സ്പെക്റ്റേഷൻ കൂടുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടം കുറയും. അങ്ങനെ ആകാം ചിലപ്പോൾ. പക്ഷെ എന്തുകൊണ്ട് എനിക്ക് ഈ മൂവി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഇടയ്ക്ക് കണ്ടതിൽ കുറച്ച് വെറൈറ്റി ആയിട്ട്, അതുപോലെ കുറച്ച് ത്രില്ലിങ് തരുന്ന ത്രില്ലർ മൂവി സീരീസിൽ വരുന്ന ഒരു കിടിലം മൂവിയാണ് തുടരും. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും ഒരു ഫാമിലി മൂവി ആയിരിക്കും, കോമഡി, ചിരി, കളി, സ്നേഹം ഇത് മാത്രമേ കാണുള്ളൂ എന്ന്. പക്ഷേ ഈ മൂവി ഫുള്ളി കാണുകയാണെങ്കിൽ നല്ലൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ആ ഒരു ഇമോഷണൽ മൂമെന്റ്സ് ഒക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ആക്ടേഴ്സും, ഈ മൂവിയിൽ അഭിനയിച്ച എല്ലാ ആക്ടേഴ്സും അവരവരുടെ പങ്കുകൾ അതേ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പോലീസുകാരുടെ ക്രൂരത അത് അടുത്തതിലാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ പറഞ്ഞ കഥയിൽ കഴിഞ്ഞിട്ട് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് ചിത്രത്തിൽ. അപ്പം ആ പോലീസിന്റെ ക്രൂരതകളൊക്കെ ചിത്രത്തിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളടുത്തും കുട്ടികളടുത്തും അവർ കാണിക്കുന്ന ക്രൂരതകൾ അതെല്ലാം നന്നായിട്ട് തന്നെ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശോഭന ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ആ ഒരു നമുക്ക് ഒരുപാട് നാൾ അഭിനയിക്കാത്ത ഒരാളാണെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. അത്രയും നാച്ചുറൽ ആയിട്ട് തന്നെ ആ ഒരു റോള്, ലളിത എന്ന റോള് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രകാശ് വർമ്മ, പിനു പപ്പു അവരൊക്കെ അവരുടെ റോൾസൊക്കെ നന്നായിട്ട് തന്നെ മോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് എന്തുകൊണ്ടും ഈ മൂവി വളരെ ഇഷ്ടപ്പെട്ടു. നമുക്ക് പണ്ടത്തെ ആ ഒരു ലാലേട്ടനെ തിരിച്ചു കിട്ടിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ചില
പല മൊമെൻറ്റ്സിലും നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ. അപ്പം നല്ലൊരു മൂവിയാണ്. അപ്പോൾ മിക്കവാറും എല്ലാവരും കണ്ടു കാണും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാണാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണം. തിയേറ്ററിൽ പോയി തന്നെ കണ്ടു നോക്കണം. ആ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള കിടിലൻ മൂവീസിൻ്റെ പ്ലോട്ട് സ്റ്റോറി അതുപോലെ റിവ്യൂ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ അതുവരെ ബൈ.